ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു കിഡ്സ് ഫ്രോക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ 1.5 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെസ്റ്റ് പാർട്ടിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കാണിത്. 2 പീസ്, അതായത് ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനുമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്തും വിഡ്ത്തിനും അനുസരിച്ച് നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത ആ ഒരു പീസിൽ അതിൻ്റെ ഹോളും നെക്ക് വിഡ്ത്തും ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കഴുത്തകലം 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഷോൾഡർ ഞാനിവിടെ 2.5 ഇഞ്ച് എടുത്തു. ദെൻ നമുക്ക് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ദെൻ നമുക്ക് ഈ ചെസ്റ്റ് പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ദെൻ നമുക്കിവിടെ ഈ ഒരു പൈപ്പിംഗ് ആണ് 2 സൈഡിലും ഷോൾഡറിൽ വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിവിടെ 1.25 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും കട്ടിങ് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ബാക്ക് പാർട്ട് എടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ച് താഴ്ത്തിയിട്ട് ആ ഒരു ഓപ്പൺ ചെയ്യേണ്ട ഭാഗമാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബാക്ക് പാർട്ടിൽ ബട്ടൺ വയ്ക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം. ദെൻ ഇത് ഈ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലും 2 പീസ് തുണി നമ്മൾ ഷോൾഡറിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതിന് ശേഷം ആ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസും ഇതുപോലെ ഇലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ഫ്രണ്ട് പാർട്ട് പീസ് എടുത്തു. അതിന് ശേഷം നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പൈപ്പിങ് ഇതുപോലെ 2 ഷോൾഡറിലും വെച്ച് കൊടുക്കാം. ഇത് സ്റ്റിച്ചിങ്ങിൽ മാറിപ്പോവാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ ലൈനിങ് പാർട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് ഈ ഒരു കട്ടിങ് കൊടുക്കാം. സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് ഉള്ളിലോട്ട് അകത്താവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത്. ദെൻ നമുക്ക് നല്ല വശം പുറത്തോട്ടെടുക്കാം. ദെൻ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് ആ ഒരു നല്ല വശത്തോട്ട് വെച്ചതിന് ശേഷം ലൈനിങ് പാർട്ടും അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും നമ്മൾ പുറത്തോട്ടെടുത്തു. ദെൻ ഞാൻ ഈ ഒരു പാർട്ട്, അതായത് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചിട്ടില്ല, ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണ്. അത് വേണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് കളയാം. ഞാൻ ഇതുപോലെ ആ ഒരു ഫ്രണ്ട് പാർട്ടിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു പൈപ്പിങ് വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് സ്കർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ആയിട്ട് ഈ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന്
ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ ഒരു ത്രെഡൊന്ന് വലിച്ചു കൊടുത്തിട്ട് അതൊന്ന് പ്ലീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ത്രെഡ് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഫ്രോക്കിൻ്റെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 വശത്തേനും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ത്രെഡൊന്ന് വലിച്ചു കൊടുക്കാം. ഒരു ത്രെഡാണ് വലിച്ചു കൊടുക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടുമായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞു. ദെൻ നമുക്കിതിൽ ഒരു 18 ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു ടെയിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അതിന് ശേഷം ഈ ഒരു അരികു വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്